വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് അസ്ലമാണ് ചേരുന്നത്. അസ്ലം, അൻവറിന് നിലമ്പൂർ സ്റ്റേഷനിൽ നിന്ന് വണ്ടിയിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് വണ്ടിയിൽ കയറാമെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ബേപ്പൂരിലെ ഫറോക്ക് സ്റ്റേഷനിൽ അൻവറിന് കയറാൻ സാധിക്കുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? അൻവർ ഇല്ലാതെ വിജയിക്കാൻ കഴിഞ്ഞു യു ഡി എഫിനെങ്കിൽ പോലും അൻവർ എന്ന് പറഞ്ഞ ഫാക്ടറിനെ മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള സാന്നിധ്യമായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 20,000-ഓളം വോട്ടുകൾ ഈ ഒരു തിരക്കിടെ LDF യു ഡി എഫും അവഗണിച്ച് കളഞ്ഞെങ്കിൽ പോലും 20,000 എന്ന വോട്ടുകൾ ഒറ്റയ്ക്കുള്ള പ്രയത്നത്തിലൂടെ നേടിയെടുത്ത PV അൻവർ ചെറിയ മീനല്ല എന്ന് വളരെ കൃത്യമായി തന്നെ UDF തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള UDF നേതാക്കളുടെ, കോൺഗ്രസ് നേതാക്കളുടെ, മുസ്ലിം ലീഗ് നേതാക്കളുടെ എല്ലാം പ്രതികരണത്തിൽ അൻവറിനുള്ള മുന്നിലുള്ള വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ല എന്ന സൂചനകൾ നൽകുന്നുണ്ട്. മാത്രമല്ല പിണറായി സർക്കാരിനെതിരായ വികാരം ഉയർത്തിയെടുക്കുന്നതിൽ അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടെ കൂട്ടണം എന്നുള്ളൊരു വിചാരമുള്ള ആൾക്കാർ UDFിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടുതൽ UDFിൽ ചർച്ചകൾ നടക്കും. അതേസമയം അത് ഏത് ഘട്ടത്തിലാവും, അല്ലെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ VD സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്രത്തോളം താല്പര്യമെടുക്കുമെന്നതൊക്കെ ഇനി അറിയേണ്ട കാര്യമാണ്. കാരണം എന്തായാലും അൻവർ ഇല്ലാതെ വിജയിച്ച സാഹചര്യത്തിൽ ഇതേ കരിസ്മ അൻവർ എത്രത്തോളം നിലനിർത്താൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ എന്തായാലും സജീവമായിട്ട് വരും. എന്തായാലും അൻവർ മാന്യമായ പരിഗണന ലഭിക്കുകയാണെങ്കിൽ വരാമെന്നുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അൻവറിന് ഇതല്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴും വഴി അടച്ചില്ല എന്ന കാര്യം KPC പ്രസിഡന്റും സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ തന്നെയും പറഞ്ഞ സാഹചര്യത്തിൽ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല. അതായത് എവിടെ നിന്നാണോ തുടങ്ങി വെച്ചത്, അൻവർ എന്ന ഫാക്ടറിലാണ് നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ തുടങ്ങി വെച്ചെങ്കിൽ അത് കഴിയുമ്പോഴും അൻവർ ഫാക്ടറായിട്ട് തന്നെ നിൽക്കുന്നു. മാത്രമല്ല പ്രത്യേകിച്ച് മലപ്പുറത്തും മലബാറിലും അവഗണിക്കാനാവാത്ത ഒരു ഘടകമായ ഒരു ശക്തിയായി PV അൻവർ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അത് ബാക്കി വെച്ചുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. 14,000-ലധികം വരുന്ന ഒരു ഭൂരിപക്ഷത്തിൽ ശക്തമായ ഒരു വിജയം നേടാൻ കഴിഞ്ഞു, ടീം വർക്ക് കാണിക്കാൻ കഴിഞ്ഞു, ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു, സർക്കാർ LDF ഉയർത്തിയ വികാരങ്ങളെയും എതിർ വിവാദങ്ങളെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ള വസ്തുതയാണ്. അതേസമയം തന്നെ PV അൻവർ ഫാക്ടർ എന്നത് അവിടെ പരിക്ക് പറ്റാതെ നിൽക്കുന്നു എന്നുള്ള വർഷം കൂടി ബാക്കി വെച്ചുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. ഇനിയുള്ള UDFിന്റെ ചർച്ചകളിൽ സജീവമായി തന്നെ അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരും. വരുന്ന UDF യോഗത്തിൽ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരും. എന്തായാലും UDF നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിനനുസരിച്ചുള്ള രണ്ടുപേരും ഒരുപക്ഷെ അയഞ്ഞുകൊണ്ടുള്ള സമീപനത്തിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് അത് സാധ്യമാകുക. എന്തായാലും ആ വഴി വീണ്ടും തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്. അതാണ് നൗഫൽ. അസ്ലം, അതോടൊപ്പം തന്നെ PV അൻവറിന് UDF പ്രവേശനം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDFിലെ പല നേതാക്കളും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ VD സതീശനാണ് ഇതിൽ ഏറ്റവും പ്രധാനിയായി നിൽക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിവെക്കുകയും അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ PV അൻവറിന്റെ UDF പ്രവേശനം എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? നൗഫൽ പറയുന്ന വിഷയം തന്നെയാണ് ഏറ്റവും നിർണായകമായ ഘടകം. മുസ്ലിം ലീഗ് ആണെങ്കിലും KPC പ്രസിഡന്റ് ആണെങ്കിലൊക്കെ തന്നെയും അനുകൂലമായ സമീപനം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു നിർണായകമായ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പിണറായിയോടൊപ്പം തന്നെ എതിർക്കേണ്ടതാണ് VD സതീശനെന്നും VD സതീശനുള്ള UDFിലേക്ക് താനില്ല എന്നും പരസ്യ പ്രസ്താവന നടത്തി പ്രതിപക്ഷ നേതാവിനെ എതിരെ സംസാരിച്ചുകൊണ്ടാണ് PV അൻവർ UDFുമായി ഉടക്കി മാറി നിൽക്കുന്നത്. ഇപ്പോൾ 20,000 വോട്ട് നേടി സാന്നിധ്യം തെളിയിക്കുമ്പോൾ പോലും PV അൻവറിനെ എടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിൽ ഒരു നിർണായകമായ ഒരു ടേക്ക് എടുക്കേണ്ടത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. എന്തായാലും അദ്ദേഹം ഇതിനെ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിലയിരുത്തുക, എങ്ങനെയായിരിക്കും UDF യോഗത്തിൽ അദ്ദേഹം ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നതനുസരിച്ചായിരിക്കും മറ്റു നേതാക്കളുടെയും പ്രതികരണം ഉണ്ടാവുക. ഒരു കാര്യം വസ്തുതയാണ്, കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്ന കാര്യം PV അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അദ്ദേഹത്തിന് അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ്. ഏറ്റവും കുറഞ്ഞ മലബാറിലെങ്കിലും, കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെങ്കിലും തന്നെയും അദ്ദേഹം അവഗണിക്കാൻ കഴിയാത്ത ശക്തിയാണ്. മാത്രമല്ല ഇടത് സർക്കാരിനെതിരായ പോലീസിലെ സംഘപരിവാരവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മലയോര മേഖലകളിലെ ഫോറസ്റ്റ് വനം വകുപ്പിനെതിരായ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും അതിനെയൊക്കെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, കൃത്യമായി സർക്കാരിനെതിരെ അണിനിരത്തുന്നതിൽ PV അൻവർ UDFിന് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഭരണവിരുദ്ധ വികാരം ഡിവൈഡ് ചെയ്ത് പോയാൽ ഇവിടുത്തെ പോലെ തന്നെ എല്ലാ ഇടത്തും രക്ഷപ്പെടണമെന്നില്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. അത് എത്രത്തോളം ചർച്ചകളോട് മുന്നോട്ട് പോകും, അതിനോട് VD സതീശൻ നേതാക്കത്തിൽ പ്രതികരിക്കും എന്നതനുസരിച്ചിരിക്കും UDF PV അൻവർ ബന്ധത്തിന്റെ ഭാവി. എന്തായാലും നേരത്തെ അടച്ചു വെച്ച വാതിൽ എന്തായാലും പാതി തുറന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ബാക്കി പ്രതിപക്ഷ നേതാവിൻ്റെ തുടർന്ന് അൻവറിൻ്റെ തുടർ നീക്കങ്ങൾക്കനുസരിച്ചായിരിക്കും ആ വാതിൽ പൂർണ്ണമായും തുറക്കുമോ അല്ലെങ്കിൽ അടയ്ക്കുമോ എന്നത് നമുക്കറിയാം. അസ്ലം, അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകളിലെയും നിലമ്പൂർ നഗരസഭയിലെയും കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ
UDF പ്രതീക്ഷിച്ച രീതിയിലാണോ കാര്യങ്ങൾ പോയത്? അതോടൊപ്പം തന്നെ LDFന്റെ പ്രതീക്ഷകൾ എവിടെയൊക്കെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ആദ്യം എണ്ണിതിറങ്ങിയ വഴിക്കടവിൽ 3000-ഓളം വോട്ട് പ്രതീക്ഷ UDFന് അവിടെ ശരിക്കും PV അൻവർ കൃത്യമായി തന്നെ ഷോക്ക് നൽകി എന്നുള്ളതാണ് വസ്തുത. 1829 1800 ആ ഭൂരിപക്ഷം കുറയേണ്ടി വന്നു. അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൻ്റെ കുറവ് ഒരു ഘട്ടത്തിൽ മറികടക്കാൻ കഴിയില്ല എന്ന് തോന്നിയെടുത്ത് പിന്നെ അത് മറികടന്നത് നഗരസഭയിലെ ലീഡ് കൊണ്ടാണ്. നഗരസഭയിൽ 2000 വോട്ട് ലീഡ് പ്രതീക്ഷയെടുത്ത് 4000-ഓളം 3982 എന്ന് പറയുന്ന വലിയ ലീഡിലേക്ക് എത്തിയത് UDF ക്യാമ്പുകൾ തന്നെ അപ്രതീക്ഷിതമായി തന്നെ അവർക്ക് അപ്രതീക്ഷിതമായി തന്നെ തോന്നി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ മൂത്തേടം ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെ തന്നെയും എടക്കരയാണെങ്കിലും മറ്റ് സ്ഥലങ്ങളൊക്കെ തന്നെയും ആ പ്രതീക്ഷ അത്ര ലീഡ് നൽകിയപ്പോൾ പിന്നെ ഒരു കുറവുണ്ടായത് കരുളായിൽ നേരിയ ലീഡെങ്കിലും പ്രതീക്ഷിച്ചെടുത്ത് അത് LDFിലേക്ക് പിന്നോട്ട് പോയി. 113 ലീഡ് എന്ന് പറയുന്ന അതിലേക്ക് പോയി. പിന്നെ പോത്തുകലിൽ സ്വരാജിൻ്റെ സ്വന്തം നാടായിട്ട് പോലും 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDF അവിടെ പ്രതീക്ഷിച്ചത്. അവിടെയും ഒരു നേരിയ ഭൂരിപക്ഷത്തിലേക്ക് പോയി. ഇതാണ് 12000 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്താൻ കഴിയാത്തത്. 12000 എന്ന് പറയുന്നത് അവർ കണ്ട കുറഞ്ഞ കണക്കാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ UDF പ്രതീക്ഷിച്ച അർത്ഥത്തിലേക്ക് ഒരു വലിയൊരു വിജയത്തിലേക്ക് പല നേതാക്കളും സ്വകാര്യമായി തന്നെ പറഞ്ഞ് 20,000 വരെ പോകാം, ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിൽ 20,000-ന് മുകളിലേക്കും പോകാം എന്ന് പറഞ്ഞിടത്തുനിന്ന് 11,000-ലേക്ക് എത്തി നിൽക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷ അർത്ഥത്തിലേക്ക് പോയില്ല. എന്ന് മാത്രമല്ല വഴിക്കടവിലടക്കം PV അൻവർ അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് UDFന്റെ വോട്ടുകൾ ചോർത്തി ഭരണവിരുദ്ധ വികാരത്തിന് ആ വികാരത്തിലുള്ള വോട്ടുകളെ ചോർത്തിയെടുക്കാൻ PV അൻവറിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുവായി തന്നെ UDF ക്യാമ്പ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിജയമുണ്ടായി എന്ന് പറയുമ്പോൾ പോലും പ്രതീക്ഷ അത്ര അല്ല, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് PV അൻവർ ഫാക്ടർ പ്രകടമായി എന്നുള്ളതും UDFനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ഇനിയുള്ള വിശകലനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ വശങ്ങളൊക്കെ തന്നെയും വരികയും ചെയ്യും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വഴിക്കടവ് പോലുള്ള അല്ലെങ്കിൽ പോത്തുകൽ പോലുള്ള കരളായി പോലുള്ള പഞ്ചായത്തുകളിൽ അൻവർ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നതുകൂടി ഇനി ചർച്ച ചെയ്യേണ്ടി വരികയാണ്. ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ മേൽക്കൈ നേടിയെങ്കിൽ പോലും അൻവർ എഫക്റ്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ PV അൻവറിന്റെ ക്യാമ്പ് ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിയാത്തൊരു സ്ഥലമായിരുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റി. അങ്ങനെ ചില വശങ്ങൾ കൂടി ശരിക്കും അവിടുത്തെ ഭൂരിപക്ഷത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ പറയേണ്ടി വരും. അതായത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ 3967 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷൗക്കത്ത് നേടിയത്. വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, അമരമ്പലം ഈ പഞ്ചായത്തുകളിലൊക്കെ വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ UDFന് സാധിച്ചു. അതോടൊപ്പം തന്നെ കരുളായിൽ LDFനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. 118 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് കരുളായിൽ LDFന് നേടാൻ സാധിച്ചത്. അമരമ്പലത്ത് LDF ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അവിടെ 704 വോട്ടിന്റെ ഭൂരിപക്ഷം UDF നേടുകയാണ് ചെയ്തത്. പോത്തുകലിലും LDFന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവിടെ UDF 307 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. അതായത് UDFന്റെ വളരെ ചിട്ടയായ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ അവർക്ക് ഗുണം ചെയ്തു എന്നുള്ളതിൻ്റെ സൂചനയാണല്ലോ ഈ LDFന്റെ അവരുടെ മേൽക്കൈയുള്ള മേഖലകളിൽ പോലും ഭൂരിപക്ഷം നേടാൻ UDFന് സഹായിച്ചത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് നൗഫൽ, ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുടനീളം പ്രകടമായിട്ടുണ്ട്. PV അൻവർ വളരെ ശക്തമായി വോട്ട് പിടിച്ച സ്ഥലങ്ങളിൽ ആ ഭരണവിരുദ്ധ വികാരം അൻവറിന് കൂടി ലഭിച്ചു എന്നുള്ളതാണ് വസ്തുത. അൻവർ ഫാക്ടറി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൃത്യമായി തന്നെ UDFന് അത് മുതലെടുക്കാൻ കഴിഞ്ഞു. അതാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നൽകുന്ന മറുപടി എന്ന് പറയുന്നത്. മൂത്തേടത്ത് പ്രതീക്ഷിച്ചതുപോലെ 2000-ലധികം ഭൂരിപക്ഷം വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും PV അൻവറിലേക്ക് വലിയ തോതിൽ വോട്ട് ചോർന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എടക്കരയിലും വലിയ വ്യത്യാസം ഉണ്ടായില്ല. അതേസമയം ചുങ്കത്തറയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ ബെൽറ്റിൽ നിന്നും വലിയ വോട്ടൊന്നും PV അൻവർ ക്യാമ്പിലേക്ക് പോയിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവ് ചുങ്കത്തറ നമുക്ക് നൽകുന്നുണ്ട്. പോത്തുകല്ലാണ് പ്രതീക്ഷിച്ചത്ര ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ കഴിയാത്തത്. അവിടെ മലയോര മേഖലയിലെ വോട്ടുകൾ എന്തായാലും PV അൻവറിന്റെ ക്യാമ്പിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേരളയിലും കുറച്ച് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അമരമ്പലത്ത് 500 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. അവിടെ 700-ഓളം ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്. അതായത് ആ വഴിക്കടവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയത്. അവിടെയാണ് PV അൻവർ ഫാക്ടർ വല്ലാണ്ട് ഉലച്ചത്. അതോടൊപ്പം തന്നെ പോത്തുകല്ലും PV അൻവർ ഫാക്ടർ അല്ലെങ്കിൽ സ്വരാജ് നേടിയ വോട്ടുകൾ അവിടെ പ്രശ്നമായി വന്നിട്ടുണ്ട്. അത് മറികടക്കാൻ കഴിഞ്ഞത് നിലമ്പൂർ നഗരസഭയിൽ നേടിയ 4000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. എന്തായാലും ഒരു കാര്യം വസ്തുതയാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം PV അൻവർ കൂടി കുറച്ച് പോക്കറ്റിലാക്കിയിട്ടുണ്ട്. അവിടെയാണ് UDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. LDFനെ സംബന്ധിച്ചോളം രണ്ട് തരത്തിലും ആശിക്കാൻ വകയില്ല. കാരണം PV അൻവർ എന്ന് പറയുന്ന പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFിൽ നിന്ന് മാറി വന്ന ആൾ
ശക്തമായ 20,000-ഓളം വോട്ട് പിടിച്ച് അദ്ദേഹത്തിന്റെ ശക്തമായ സാന്നിധ്യം, അദ്ദേഹം ഇറങ്ങി വന്നത് തന്നെ പിണറായി വിജയനെതിരായ പോരാട്ടം എന്ന തരത്തിലാണ്. ആ പോരാട്ടത്തെ നിലമ്പൂരിലെ ജനങ്ങൾ വിലമതിക്കുകയും അതിന് മാന്യമായ ഒരു അക്കോമഡേഷൻ നൽകുകയും ചെയ്തു. അതിനുശേഷവും UDF-ന് 10,000-ലധികം ഭൂരിപക്ഷം നൽകിയെന്ന് പറഞ്ഞാൽ ഈ 30,000-ഓളം വോട്ടുകൾ എന്ന് പറയുന്നത് സർക്കാരിനെതിരായ വോട്ടുകൾ തന്നെയാണ്. ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF തുടങ്ങുന്നത്. LDF-ന്റെ സ്ഥാനാർത്ഥി M സ്വരാജാണെങ്കിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒക്കെ പറഞ്ഞത് സർക്കാരിന് തന്നെ വിലയിരുത്തലായിക്കോട്ടെ എന്നുള്ളതാണ്. കാരണം 9 വർഷം ഭരിച്ച സർക്കാരിന് ജനങ്ങളോട് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്, ഭരണ നേട്ടങ്ങളുണ്ട്, വികസന പ്രവർത്തനങ്ങളുണ്ട്, ക്ഷേമ പദ്ധതികളുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് സർക്കാർ ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിടത്തുനിന്ന് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെതായ 30,000-ഓളം വോട്ടുകൾ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് കൃത്യമായ അവലോകനത്തിലേക്ക്, വിശകലനത്തിലേക്ക് LDF-ലേക്ക് പോകേണ്ടി വരും. എന്തായാലും നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പരീക്ഷണമാണ് തോറ്റതെന്ന് പറയാൻ കഴിയില്ല, ഭരണവിരുദ്ധത ഉണ്ടായില്ലെന്ന് പറയാൻ കഴിയില്ല. പാർട്ടി വോട്ടുകളിൽ പാർട്ടിയുടെ തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥി തുടർച്ച തേടിക്കൊണ്ട്, അല്ലെങ്കിൽ ഭരണത്തിന്റെ മികവ്, ഭരണ നേട്ടത്തിന് വോട്ട് തേടിക്കൊണ്ട് നിന്നതിന്റെ അതിനുണ്ടായ തിരിച്ചടിയെ കൃത്യമായി തന്നെ പാർട്ടി എന്ന അർത്ഥത്തിൽ, മുന്നണി എന്ന അർത്ഥത്തിൽ അത് രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് LDF-ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും പറയാം. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന ഒരു കാര്യം എന്തായാലും ഇനി LDF-ന് പറയാൻ കഴിയില്ല. വ്യാപകമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. അതിൽ നിന്ന് തന്നെയാണ് 20,000-ഉം 11,000-ഉം 31,000-ഓളം വോട്ടുകൾ വ്യാപിച്ചതെന്ന് പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇത് മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളും, എന്തൊക്കെ തിരുത്തൽ നടപടിയിലേക്ക് LDF സർക്കാർ പോകുമെന്നതാണ് അറിയേണ്ടത്. ഇത് വലിയൊരു അമിത ആത്മവിശ്വാസത്തിലേക്ക് UDF-ന് എത്തിക്കുകയാണെങ്കിൽ അതും പ്രശ്നമാകുന്ന സൂചനകൾ നൽകുന്നുണ്ട്. കാരണം UDF ഇവിടെ നടത്തിയ കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളും പ്രവർത്തകരടക്കം നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം തുടർന്നും ടീം സ്പിരിറ്റും തുടർന്നും സർക്കാരിനെതിരായ കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ, സർക്കാരിനെതിരായ കൃത്യമായ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതേ അർത്ഥത്തിൽ ജനങ്ങളുടെ പിന്തുണ നേടാൻ കഴിയൂ എന്നുള്ളൊരു പാഠം കൂടി UDF-ന് കൂടി നൽകുന്നുണ്ട്.